Hello students, I welcome all of you to eLab Language Acquisition Program, the next episode. In the last class we studied simple present tense, and in this class we are going to learn simple past tense. In this board there is a comparison between simple present and simple past tense. In the case of auxiliary verbs, in the case of forms of verbs, and in the case of time expressions and other connected words. ഇത് വ്യക്തമാണ്. ഈ ബോർഡിൽ നിങ്ങൾ പരിശോധിച്ചാൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നിന്നും സിമ്പിൾ പാസ്റ്റിലേക്ക് മാറുമ്പോൾ എന്തൊക്കെ ഡിഫറൻസ് ആണ് ഉണ്ടാകുന്നതെന്ന് ഈ ബോർഡിൽ ഈ ഒരു കമ്പാരിസൺ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ്. ഏതാനും ചില കാര്യങ്ങൾ കൂടെ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. There are 24 auxiliary verbs in English. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നമ്മൾ കണ്ടു. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഓക്സിലറി വെർബ്സ് ഡു ഡസ് മാത്രമാണ്. ഡു അല്ലെങ്കിൽ ഡസ് എന്ന് എപ്പോൾ നമ്മൾ കേൾക്കുന്നുവോ അപ്പോൾ ആ ടെൻസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ ഓരോ ടെൻസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ 24 ഓക്സിലറി വെർബ്സ് ആണ് പ്രത്യക്ഷപ്പെടുക. അത് കൃത്യമായി നാം പഠിച്ചിരിക്കണം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി നമ്മൾ പഠിച്ചിരുന്നു. When we learned verbs in detail, I told you that there are 5 forms of verbs, 5 incarnations. ഞാൻ പറഞ്ഞു തന്നാണല്ലോ, അവതാരങ്ങൾ. വെർബിന് 5 രൂപങ്ങളാണുള്ളത്. 5 രൂപത്തിലാണ് ഇംഗ്ലീഷിലെ സെൻറ്റൻസുകളിൽ വേർബ്സ് പ്രത്യക്ഷപ്പെടുന്നത്. ബേസ് ഫോം, എസ് ഫോം, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആൻഡ് ING. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിന് വേണ്ടി മാത്രം നിലകൊള്ളുന്നതാണ് ഈ വെർബിൻ്റെ എസ് ഫോമും ബേസ് ഫോമും. ഡു എന്ന ഓക്സിലറി വെർബും ഡസ് എന്ന ഓക്സിലറി വെർബും. നമുക്കിതൊരു താരതമ്യ പഠനത്തിന് വേണ്ടി ഈ ബോർഡിലേക്ക് നമുക്ക് നോക്കാം. Before introducing the simple past tense, let's have a comparison between the simple present and the simple past. Look here. Subject. In every sentence there is a subject. അതും ഞാൻ വ്യക്തമായി നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. സബ്ജക്റ്റ് എന്തൊക്കെയായി വരാം? പേഴ്സൺസ്, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ആൻഡ് തേർഡ് പേഴ്സൺ. എന്ത് തന്നെ വന്നിരുന്നാലും സബ്ജക്റ്റ് പ്ലസ് യെസ് ഓർ ബേസ് ഫോം, വെർബിൻ്റെ യെസ് അല്ലെങ്കിൽ ബേസ് ഫോമാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വരിക. അതുപോലെ തന്നെ നമ്മളത് പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് മാറുമ്പോൾ എന്താണ് വെർബിന് വ്യത്യാസം വരിക? ഇത് യെസ് ഓർ ബേസ് ഫോം, ഇവിടെ അതെന്തായി മാറും? സെക്കൻഡ് ഫോം ഓഫ് ദ വെർബായി മാറും. V2 ഓർ പാസ്റ്റ് ടെൻസ്. ഡിക്ഷണറി നമ്മൾ പരിശോധിച്ചാൽ ബ്രാക്കറ്റിൽ PT എന്ന് കാണും. PT എന്നാൽ അത് പാസ്റ്റ് ടെൻസ് ആണ്, ഓർ V2. നോക്കുക, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ എസ് ഫോം ഓർ ബേസ് ഫോം, അത് സിമ്പിൾ പാസ്റ്റിലേക്ക് വരുമ്പോൾ അത് V2 അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ഓഫ് ദ വെർബായി മാറും. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, ഡു ആൻഡ് ഡസ് ആർ ദ ഓക്സിലറി വെർബ്സ് യൂസ്ഡ് ഇൻ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. But in the case of simple past tense, the auxiliary verb becomes did. ഓർക്കുക, ഡിഡ് എന്ന് പറയുന്ന ഈ ഓക്സിലറി വെർബ് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ മാത്രമാണ് വരിക. അത് ഓർത്തിരിക്കാൻ നമുക്ക് മറ്റൊന്നുമില്ല. ഡിഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ മാത്രം. ഡു ആൻഡ് ഡസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ മാത്രം. അടുത്തതിലേക്ക് വരാം. എന്താണ് ടെൻസിൻ്റെ ഉപയോഗം? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഒരു ഹാബിച്വൽ ആക്ഷനാണ്. ഹാബിച്വൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം, ഒരുവൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട ഒരു ഡെയിലി റുട്ടീൻ, എല്ലാ ദിവസവും ഒരുവൻ ചെയ്യുന്ന ഒരു കാര്യം, ആവർത്തിക്കപ്പെടുന്ന കാര്യം. എക്സാമ്പിൾ നമുക്കറിയാമല്ലോ, അവൻ എല്ലാ ദിവസവും 5 മണിക്ക് ഉണരാറുണ്ട്. ഹി ഗെറ്റ്സ് അപ്പ് ഏർലി അറ്റ് 5 o'clock in the morning ആൻഡ് ഹി ഗോസ് ടു ടെമ്പിൾ ഡെയിലി. അതുപോലെ തന്നെ സിമ്പിൾ പാസ്റ്റ് ടെൻസും ഒരു ഹാബിച്വൽ ആക്ഷനാണ്. പക്ഷേ ഇറ്റ്സ് നോട്ട് ഇൻ ദ പ്രസൻറ്റ്, ഇറ്റ് ഈസ് ഇൻ ദ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് മുൻകാലങ്ങളിൽ ആവർത്തിച്ചു വന്നിരുന്ന ഒരു സ്വഭാവമാണ്, ഒരു പതിവാണ്. മറ്റൊരു ഉപയോഗം നോക്കുക, സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ മറ്റൊരു ഉപയോഗം, ആക്ഷൻ കംപ്ലീറ്റഡ് അറ്റ് എ പർട്ടിക്കുലർ ടൈം ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ ഒരു നിശ്ചിത സമയം, ആ വേർഡ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് ഒരു നിശ്ചിത സമയത്ത് പൂർത്തിയാക്കിയ പ്രവൃത്തി. നിശ്ചിത സമയം, പാസ്റ്റിലെ ഒരു പർട്ടിക്കുലർ ടൈം നമുക്കറിയാം. യെസ്റ്റർഡേ ഈസ് എ പർട്ടിക്കുലർ ടൈം ഇൻ ദ പാസ്റ്റ്. Last week, it's a particular time in the past. In the morning, the day before yesterday, ഇതെല്ലാം ഒരു പർട്ടിക്കുലർ ടൈം ഇൻ ദ പാസ്റ്റ് ആണ്. അപ്പോൾ ഉപയോഗിക്കുന്ന ടെൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് പ്രസൻറ്റിലെ ഹാബിച്വൽ ആക്ഷൻ ആണെങ്കിൽ, സിമ്പിൾ പാസ്റ്റ്
പാസ്റ്റിലെ ഹാബിച്വൽ ആക്ഷനാണ്, മുൻപുണ്ടായിരുന്ന പതിവാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു ഉപയോഗം കൂടിയുണ്ട്, ആക്ഷൻ കംപ്ലീറ്റഡ് അറ്റ് എ പർട്ടിക്കുലർ ടൈം ഇൻ ദ പാസ്റ്റ്. കഴിഞ്ഞുപോയ സമയത്തൊരു നിശ്ചിത സമയത്ത് ഞാൻ അവനെ കണ്ടു, ഇന്നലെ കണ്ടു. ഇവിടെയോ ഞാൻ അവനെ കാണാറുണ്ട്, ഇത് ഞാൻ അവനെ കാണാറുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സംഭവിച്ച് കഴിഞ്ഞ ഒരു കാര്യം, ഒരു നിശ്ചിത സമയത്ത് സംഭവിച്ച് കഴിഞ്ഞ ഒരു കാര്യം, സമയം ഉൾപ്പെടെ പറയുമ്പോൾ അത് സിമ്പിൾ പാസ്റ്റായി മാറും. ഇവിടെ നോക്കുക, മലയാളത്തിൽ അതിൻ്റെ ഒരു മീനിങ് എടുത്താൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് വരാറുണ്ട്, പോകാറുണ്ട്, നടക്കാറുണ്ട്, പഠിക്കാറുണ്ട്, സഹായിക്കാറുണ്ട്, ചെയ്യാറുണ്ട്. സിമ്പിൾ പാസ്റ്റിലേക്ക് വരുമ്പോൾ വരാറുണ്ടായിരുന്നു, നടക്കാറുണ്ടായിരുന്നു, ചെയ്യാറുണ്ടായിരുന്നു, പോകാറുണ്ടായിരുന്നു, പറയാറുണ്ടായിരുന്നു, സഹായിക്കാറുണ്ടായിരുന്നു. ഹാബിച്വൽ ആക്ഷൻ ഇൻ ദ പാസ്റ്റ്. അതോടൊപ്പം തന്നെ സംഭവിച്ച് കഴിഞ്ഞ കാര്യം ഒരു നിശ്ചിത സമയത്ത് വന്നു, അവൻ ഇന്നലെ വന്നു, അവൻ കഴിഞ്ഞ ആഴ്ച എന്നെ സഹായിച്ചു, അവരെ ഞാൻ കഴിഞ്ഞ മാസം കണ്ടു, ഞാൻ എഴുതി, ഞാൻ മിനിഞ്ഞാന്ന് എഴുതി പൂർത്തിയാക്കി, ഐ കംപ്ലീറ്റഡ്. അടുത്ത ഒരു കമ്പാരിസൺ നോക്കുക, വെർബ് എസ് ഫോം ആൻഡ് ബേസ് ഫോം ദാറ്റ് ഐ ടോൾഡ് യു. V1 ബേസ് ഫോം ആൻഡ് എസ് ഫോം ആ V1. ഇത് രണ്ടും പ്രസൻ്റ് ആണ്. ഉദാഹരണം walk, walks, go, goes. ബട്ട് വെർബിൻ്റെ രൂപം ഇൻ ദ സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെക്കൻഡ് ഫോം ഓഫ് ദ വെർബ് ഓർ എ പാസ്റ്റ് ടെൻസ് ഓർ എ V2. സെക്കൻഡ് ഫോം ഓഫ് ദ വെർബ് ഓർ പാസ്റ്റ് ടെൻസ് or V2. Time always, frequently, usually, every day, every week, every month. ഇതേ ടൈം തന്നെ സിമ്പിൾ പാസ്റ്റ് ടെൻസിലും ആവർത്തിക്കാം. ഞാൻ എന്നും അവനെ കാണാറുണ്ട്, ഞാൻ എന്നും അവനെ കാണാറുണ്ടായിരുന്നു, അത് പാസ്റ്റായി മാറി. അപ്പോൾ ഇതേ ടൈം എക്സ്പ്രഷൻസ് ഇവിടെയും ആവർത്തിക്കാറുണ്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസിലും. ഓൾവേസ്, ഫ്രീക്വൻ്റ്ലി. ഐ മീറ്റ് ഹിം ഡെയിലി, ഐ മെറ്റ് ഹിം ഡെയിലി. ഞാൻ അവനെ എന്നും കാണാറുണ്ട്, ഞാൻ അവനെ എന്നും കാണാറുണ്ടായിരുന്നു. അത് പാസ്റ്റ് ഹാബിറ്റായി മാറും. I told you that simple past denotes a particular action in the past at a particular time. ഒരു പ്രവൃത്തി ഒരു പ്രത്യേക സമയത്ത്, ഒരു നിശ്ചിത സമയത്ത് പൂർത്തിയായി. അപ്പോൾ ഏതാനും ചില വാക്കുകളും കൂടി ഇതിൽ വരുന്നു. യെസ്റ്റർഡേ, ലാസ്റ്റ് നൈറ്റ്, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് നൈറ്റ് ഒക്കെ വരും. കഴിഞ്ഞ ഒരു പർട്ടിക്കുലർ ടൈം, യെസ്റ്റർഡേ അറ്റ് 8 o'clock, ഒരു പർട്ടിക്കുലർ സമയം പറയുന്നുണ്ടെങ്കിൽ ടെൻസ് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. ഈ ഒരു കമ്പാരിസണിലൂടെ നിങ്ങൾക്ക് സിമ്പിൾ പ്രസൻറ്റിനെയും സിമ്പിൾ പാസ്റ്റിനെയും നിങ്ങൾക്ക് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്കിനിയും സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ ഒന്നുകൂടി വിശദമായി അടുത്ത് പരിചയപ്പെടാം. സിമ്പിൾ പാസ്റ്റ് ടെൻസ്. Formation or construction of a sentence in a simple past tense is subject plus V2 or past tense. V2 and past tense are same. V2 verb 2 second form of the verb. 5 രൂപങ്ങളാണല്ലോ, അതിൽ രണ്ടാമത്തെ രൂപമാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ വരിക. പ്ലസ് ഓബ്ജക്റ്റ്. ഇതിൻ്റെ യൂസസ്: ഹാബിച്വൽ ആക്ഷൻ ഇൻ ദ പാസ്റ്റ്, ചെയ്യാറുണ്ടായിരുന്നു, വരാറുണ്ടായിരുന്നു, പോകാറുണ്ടായിരുന്നു, നടക്കാറുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. ആക്ഷൻ കംപ്ലീറ്റഡ് അറ്റ് എ പർട്ടിക്കുലർ ടൈം ഇൻ ദ പാസ്റ്റ്, ഒരു നിശ്ചിത സമയത്ത്. ലാസ്റ്റ് നൈറ്റ്, ലാസ്റ്റ് വീക്ക്, യെസ്റ്റർഡേ, വെൻ ഐ മെറ്റ് ഹിം, ഞാൻ അവനെ കണ്ടപ്പോൾ, അതൊരു പർട്ടിക്കുലർ ടൈമാണ്, ഞാൻ അവനെ കണ്ടപ്പോൾ. വെൻ ഐ റീച്ച്ഡ് ദെയർ, ഞാനവിടെ ചെന്നപ്പോൾ. വെൻ ഐ വെൻറ്റ് ദെയർ, വെൻ ഐ ടോൾഡ് ഇറ്റ്, ഞാനത് പറഞ്ഞപ്പോൾ. ഞാനത് പറഞ്ഞപ്പോൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടൈമാണ്. ഞാനത് പറഞ്ഞപ്പോൾ അവനത് ഓർത്തു. അപ്പോൾ അത് ഒരു കഴിഞ്ഞു പോയ സമയത്തുള്ളൊരു പർട്ടിക്കുലർ ടൈമാണ്. ഏതാണ് ടൈം? ഞാൻ അവനോട് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഞാൻ ചെന്നപ്പോൾ, ഞാൻ ചോദിച്ചപ്പോൾ. ഓക്കെ, ഹിയർ ഇസ് എ വേർഡ് വെബ്. നമ്മൾ വളരെ നിസ്സാരമായിട്ട് നമ്മൾ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഓർത്തിരിക്കുവാനായിട്ട് നമ്മളെല്ലാ ടെൻസിൻ്റെയും ഒരു വേർഡ് വെബ് നമ്മുടെ മനസ്സിൽ നമ്മൾ കരുതി വയ്ക്കുന്ന പതിവുണ്ട്. ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ വേർഡ് വെബാണ്. ഈ വേർഡ് വെബ് പരിശോധിച്ചാൽ ഇതിൽ ഏതാണ് ഓക്സിലറി വെർബ്സ്, വെർബിൻ്റെ രൂപം എന്താണ്, കണക്റ്റഡ് ടൈം എക്സ്പ്രഷൻസ് ഏതൊക്കെയാണ്, ഇതെല്ലാം ഇതിൽ നിന്ന് വ്യക്തമാകും. അപ്പം നമ്മൾ നോട്ട്ബുക്കിൽ അത് എഴുതുമ്പോൾ നിങ്ങൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ ഹെഡിൽ ഈ ഒരു വേർഡ് വെബ് നിങ്ങൾ ഒരു ക്വിക്ക് ആക്സസ് എന്ന നിലയ്ക്ക്, ഒരു റെഡി റെക്കണർ അല്ലെങ്കിൽ ഒരു റെഡി റെഫറൻസ് എന്ന നിലയ്ക്ക് നിങ്ങളിത് എഴുതി സൂക്ഷിക്കണം. സിമ്പിൾ പാസ്റ്റ് ടെൻസ്.
Verb form of the verb is V2 or past tense. അതുകൂടി എഴുതിയേക്ക്, past tense. ഡിക്ഷണറി നമുക്ക് പരിശോധിച്ചാൽ ബ്രാക്കറ്റിൽ PT എന്ന് എഴുതിയിരിക്കുന്നത് പാസ്റ്റ് ടെൻസ് ആയിരിക്കും. അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലായിരിക്കും. ഓക്സിലറി വെർബ് ഡിഡ് ആണ്. വേർഡ്സ് ടൈം എക്സ്പ്രഷൻസ് മെയിൻലി യെസ്റ്റർഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് നൈറ്റ്, ഓൾവേസ്. അത് ഒരു ഹാബിച്വൽ ആക്ഷൻ, നമ്മൾ പാസ്റ്റിലെ ഒരു ഹാബിച്വൽ ആക്ഷൻ, പാസ്റ്റിലെ ഒരു സ്വഭാവം നമ്മൾ പറയുമ്പോൾ ഓൾവേസ് എന്ന് പറയുന്ന ഒരു ടൈം എക്സ്പ്രഷൻ നമുക്ക് ഉപയോഗിക്കാം. യൂഷ്വലി, പതിവായി ഞാൻ ചെയ്യാറുണ്ട്, പതിവായി ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. ഫ്രീക്വൻ്റ്ലി, വെൻ ഐ മെറ്റ് ഹിം ഇറ്റ്സ് എ പർട്ടിക്കുലർ ടൈം, വെൻ ഐ വെൻറ്റ് ദർ ഇറ്റ്സ് ഓൾസോ എ പർട്ടിക്കുലർ ടൈം. അപ്പോൾ ഈ വേർഡ് വെബ് നമ്മൾ ഓർത്തിരിക്കുക. എങ്ങനെ നമുക്ക് ഒരു സെൻറ്റൻസിനെ പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആൻഡ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഓക്സിലറി വെർബുകളുടെ ഉപയോഗം എന്ന് പറയുന്നത് ഒരു സെൻറ്റൻസിനെ നെഗറ്റീവാക്കി മാറ്റുവാനും ക്വസ്റ്റ്യനാക്കി മാറ്റുവാനും ഒക്കെയാണ്. ഇവിടെ ഉപയോഗിക്കുന്ന ഈ ഓക്സിലറി വെർബ് ഡിഡ് ഉപയോഗിച്ച് നമുക്കൊരു സെൻറ്റൻസിനെ നെഗറ്റീവും അതിനെ ക്വസ്റ്റ്യനും അതിനൊരു നെഗറ്റീവ് ക്വസ്റ്റ്യനും ആക്കി മാറ്റുവാൻ സാധിക്കും. നമ്മളുടെ ആൻമരിയ ഉണ്ട്. ആൻമരിയ ഈ സെൻറ്റൻസിൻ്റെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലൊരു സെൻറ്റൻസിനെ എങ്ങനെയാണ് പോസിറ്റീവ്, നെഗറ്റീവ്, അതോടൊപ്പം തന്നെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു തരും. ആൻമരിയ, വെൽക്കം. സിമ്പിൾ പ്രസന്റ് ടെൻസ്. I eat an apple daily. I don't eat an apple daily. Do you eat an apple daily? Don't you eat an apple daily? താങ്ക് യു. അതുപോലെ തന്നെ സിമ്പിൾ പാസ്റ്റ് ടെൻസിലൊരു സെൻറ്റൻസ് എങ്ങനെയാണ് പോസിറ്റീവ്, നെഗറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആക്കുന്നതെന്ന് യദുകൃഷ്ണൻ നമുക്ക് പറഞ്ഞു തരും. യദുകൃഷ്ണൻ, വെൽക്കം. Simple past tense. I ate an apple yesterday. I didn't eat an apple yesterday. Did you eat an apple yesterday? Didn't you eat an apple yesterday? Thank you. താങ്ക് യു യദുകൃഷ്ണൻ. നമ്മളൊരു അസൈൻമെൻറ്റ് നമ്മൾ ചെയ്യുന്നത് നല്ലതാണ്. ഏതാനും ചില വേർബ്സ്, ഞാൻ ആ വേർബ്സ് ഇങ്ങനെ ബോർഡിൽ എഴുതാം. ആ വേർബ്സ് ഉപയോഗിച്ച് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ 4 തരത്തിൽ പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആൻഡ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ, അതോടൊപ്പം തന്നെ സിമ്പിൾ പാസ്റ്റിലും പോസിറ്റീവ് സെൻറ്റൻസ്, നെഗറ്റീവ് സെൻറ്റൻസ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആൻഡ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ തയ്യാറാക്കി നിങ്ങൾ ആരംഭിക്കണം. ടെൻസിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ടൊരു അസൈൻമെൻറ്റ്സ് നമ്മൾ ചെയ്ത് ശീലിക്കണം. ഏതാനും ചില വേർബ്സ് ഞാനിവിടെ എഴുതിത്തരാം. ഡു അല്ലെങ്കിൽ ഡസ് ഒരു വേർഡിനോട് ഡു ചേരുമ്പോൾ ടേക്ക് എന്ന് പറഞ്ഞാൽ ഡു ടേക്ക് ആണ്, ടേക്സ് എന്ന് പറഞ്ഞാൽ ഡസ് ടേക്ക് ആണ്. അപ്പോൾ എങ്ങനെ അതിനെ നെഗറ്റീവ് ആക്കി മാറ്റാൻ പറ്റും? ഡു ടേക്ക്, ഡോണ്ട് ടേക്ക്. ടേക്സ്, ഡസിൻ ടേക്ക്. ടുക്ക്, ഡിഡിൻ ടേക്ക്. ഓക്കെ. എനി സബ്ജക്റ്റ് യു ക്യാൻ യൂസ്. ഐ ആണ് സബ്ജക്റ്റ് എങ്കിൽ, ഫസ്റ്റ് പേഴ്സൺ ആണ് സബ്ജക്റ്റ് എങ്കിൽ ഐ കംപ്ലീറ്റ്, വി കംപ്ലീറ്റ്. സെക്കൻഡ് പേഴ്സൺ ആണ് സബ്ജക്റ്റ് എങ്കിൽ യു കംപ്ലീറ്റ്. തേർഡ് പേഴ്സൺ ആണ് സബ്ജക്റ്റ് എങ്കിൽ സിംഗുലർ ആണെങ്കിൽ ഹീ കംപ്ലീറ്റ്സ്, ഷീ കംപ്ലീറ്റ്സ്, ഇറ്റ് കംപ്ലീറ്റ്സ്. പക്ഷേ സിമ്പിൾ പാസ്റ്റിൽ ഇത് ബാധകമല്ല. ഏത് പേഴ്സൻ്റെ കൂടെയും ഏത് സബ്ജക്റ്റിലൂടെയും വെർബിൻ്റെ V2 മാത്രമാണ് ഉപയോഗിക്കുക. സ്റ്റഡി എന്ന് പറയുന്ന വെർബ് ഐ സബ്ജക്റ്റ് ആകാം, വി സബ്ജക്റ്റ് ആകാം. വി എടുക്കാം, വി സ്റ്റഡി വെൽ, വി ഡോണ്ട് സ്റ്റഡി വെൽ. ഡു യു സ്റ്റഡി വെൽ, ഡോണ്ട് യു സ്റ്റഡി വെൽ. അത് പാസ്റ്റ് ആകുമ്പോൾ ഹീ സ്റ്റഡീഡ് വെൽ, ഹി ഡിഡിൻ സ്റ്റഡി വെൽ, ഡിഡ് ഹി സ്റ്റഡി വെൽ, ഡിഡിൻ ഹി സ്റ്റഡി വെൽ. ഓക്കെ, നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. സിമ്പിൾ പാസ്റ്റ് ടെൻസ് നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അത് അഭിപ്രായം രേഖപ്പെടുത്താവുന്നതാണ്. ക്ലാസ്സിലെ പൊതു പാറ്റേണിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു മാറ്റം വരുത്തണമെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ്. സിമ്പിൾ പാസ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ വേർഡ്സും എല്ലാ ടൈം എക്സ്പ്രഷൻസും സെൻറ്റൻസിൻ്റെ കൺസ്ട്രക്ഷനും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കി നിങ്ങൾക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഈ ലാപ്പിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.